HP ടെക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് ഒരു പുതിയൊരു ടോപ്പിക്കുമായാണ്. കഴിഞ്ഞ ടെലസ്കോപ്പിൻ്റെ ഒരു വീഡിയോ ആണ് ഇട്ടിരുന്നത്. ഈ വീഡിയോയിൽ അത് ഇനി വരും വീഡിയോയിൽ പ്രതീക്ഷിക്കാം. ഈ വീഡിയോ ഇവിടെ ഉദ്ദേശിക്കുന്നത് മെറ്റൽ ഡിറ്റക്ടർ. നമുക്കറിയാമല്ലോ, ലോകവസ്തുക്കളെ കണ്ടെത്താൻ സഹായിക്കുന്ന ഒരു ഉപകരണമാണ് മെറ്റൽ ഡിറ്റക്ടർ. അപ്പോൾ മണ്ണിനടിയിലായാലും അതുപോലെ തന്നെ പല യൂസേജ് ഉണ്ട്. എയർപോർട്ടിലും യൂസ് ചെയ്യും, പല മേഖലയിലും യൂസ് ചെയ്യുന്നുണ്ട്. നിധി കണ്ടെത്താൻ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ പറമ്പുകളിൽ താക്കോലുകൾ അതുപോലെ തന്നെ ആഭരണങ്ങളൊക്കെ നഷ്ടപ്പെട്ടാൽ നമുക്ക് കണ്ടെത്താം. അങ്ങനെയൊക്കെ സഹായിക്കുന്ന ഒരു ഉപകരണമാണ് മെറ്റൽ ഡിറ്റക്ടർ. അപ്പോൾ ഞാനത് ഉണ്ടാക്കിയത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. ഒരു വീഡിയോയിൽ അത് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. വലിയ ചിലവൊന്നും എനിക്ക് വന്നില്ല. ഏകദേശം ഒരു 500 രൂപ റേഞ്ചേ വന്നിട്ടുള്ളൂ എനിക്കിത് ഉണ്ടാക്കാൻ. ഓക്കെ, ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് എനിക്ക് അത്രയേ ചിലവ് വന്നിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്കതൊന്ന് കാണിച്ചു തരാനും ഇപ്പോഴൊന്ന് പരിചയപ്പെടുത്താനും ഇത് പ്രവർത്തിക്കുന്നതെന്നൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഓക്കെ, നമുക്ക് വീഡിയോട്ട് പോകാം. അപ്പോൾ ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ മെറ്റൽ ഡിറ്റക്ടർ. ഇതാണ് ഇതിൻ്റെ ഓൺ ഓഫ് സ്വിച്ച്. ഇതാണ് ഇതിൻ്റെ ഓൺ ഓഫ് സ്വിച്ച് വരുന്നത്. ഇത് ഇതിൻ്റെ ചാർജിങ് പോർട്ട്, ഇത് ചാർജിങ് ഇൻഡിക്കേറ്റർ, ഇത് പവർ ഓണിൻ്റെ ഇൻഡിക്കേറ്റർ, ഇതിൻ്റെ ഡെപ്തും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ കൈ ഹാൻഡ് വരുന്ന സൈക്കിൾ വെക്കുന്നതാണ്, കൈക്കൊരു സപ്പോർട്ടിന്. ഇതിൻ്റെ ഏറ്റവും അടിയിലാണ് കോയിലുള്ളത്. കോയിൽ അപ്പോൾ തന്നെ ഇതാണ് ഇതിൻ്റെ മുകളിലത്തെ, ഇതാണ് ഇതിൻ്റെ കണക്ടർ വരുന്നത്. ഇതാണ് ഇതിൻ്റെ കണക്ടർ, ഇതാണ് ഇതിൻ്റെ കണക്ടർ വരുന്നത്. ഇത് സർക്യൂട്ടുകൾക്ക് ഉള്ളിലാണ്. കാരണം ഞാൻ പണിയൊന്നും കഴിഞ്ഞില്ല. അത് പെയിൻ്റ് അടിക്കണം, അത് കറുത്ത സ്പ്രേ പെയിൻ്റ് അടിക്കണം. ഇതിൻ്റെ കമ്പോണൻസും കാര്യങ്ങളൊക്കെ ഉള്ളിലാണുള്ളത്. ഇതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്യുന്നതാണ്. ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും ഒക്കെ ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്. വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം. കാരണം ഈ ഒരു ലെവലിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇലക്ട്രോണിക്സ് ഏകദേശം അറിയുന്നവർക്കും അറിയാത്തവർക്കും വേണമെങ്കിൽ ശ്രമിച്ചു നോക്കാം. വീഡിയോ കണ്ടാൽ അതുപോലെ നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ, നിങ്ങൾക്കും ചെയ്യാം. ഓക്കെ, ഇതാണ് ഇതിൻ്റെ സ്പീക്കർ വരുന്നത്. ഇതാണ് നമ്മൾ സൈറൺ സൗണ്ട് കേട്ടിട്ട് മനസ്സിലാക്കുന്നത്. ഓക്കെ, പിന്നെ ഏകദേശ ഭാഗം ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇതിൻ്റെ ബേസാണ്. ഇതാണ് സർച്ച് കോയിൽ വരുന്ന ഭാഗം. ഇതൊരിക്കലും നമ്മൾ ലോഹവസ്തു കൊണ്ട് ഉണ്ടാക്കാൻ പാടില്ല. ഇത് പ്ലാസ്റ്റിക് PVC ബോർഡാണ്, മൾട്ടിവുഡ് ഷീറ്റ് എന്ന് പറയും. ഇതിനുള്ളിലാണ് സർച്ചിങ് കോയിൽ നമ്മൾ വൈൻഡ് ചെയ്ത് വെച്ചത്, നമ്മൾ ചുറ്റി വെച്ചത്. ഇത് ഇവിടുന്ന് ഇങ്ങോട്ടൊരു മരത്തിൻ്റെ ഒരു അറ്റാച്ച്മെൻറ്റ് ചെയ്താണ്. കാരണം നമ്മൾ ലോഹവസ്തു ഉപയോഗിക്കരുതല്ലോ. അപ്പോൾ മരത്തിൻ്റെ ആംഗിൾ കൺവേർട്ട് ചെയ്യണം. ഇതൊക്കെ ഒന്ന് സൈസ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആംഗിളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു സപ്പോർട്ട് കൊടുത്താണ്. അപ്പോൾ ഇവിടുന്നാണ് കോയിലിൻ്റെ സർക്യൂട്ടിലേക്കുള്ള വയർ മേലോട്ട് പോകുന്നത്. ഓക്കെ, ഇതിലൊക്കെ ഒരു ബ്ലാക്ക് പെയിൻ്റൊക്കെ അടിക്കാനുണ്ട്. ഇതിന് ഫിനിഷിങ് കഴിഞ്ഞില്ല. ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ വീഡിയോ എടുത്താണ്. ഇത് 19 mm PVC ആണ്. നമ്മൾ വയറിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന PVC ആണ്. ഇത് മുകളിൽ വരെ ഉണ്ട്. ഇത് 3 അടി നീളമാണ് ഇതിൻ്റെ ഹൈറ്റ്. താഴത്തോട്ട് 3 അടി ഹൈറ്റാണ് ഞാൻ വെച്ചത്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ മരത്തിൻ്റെ ഒരു പൈപ്പ് കയറ്റി വെച്ചിട്ടുണ്ട്. ഇതിൽ കൂടെ മരത്തിൻ്റെ ഒരു പൈപ്പല്ല, മരത്തിൻ്റെ റൗണ്ട് ചെയ്തിട്ട് നമ്മൾ ഇതിൽ കൂടെ കയറ്റിയിട്ടുണ്ട് മുകളിൽ വരെ. അത് നമുക്ക് കവുങ്ങിൻ്റെ ഇതാണെങ്കിലും റൗണ്ട് ചെയ്തിട്ട് ഇതിന് ഉള്ളിൽ കൂടെ കയറ്റി ഒരു ബലം കിട്ടാൻ വേണ്ടിയിട്ട്, PVC ആയതിനെ കൊണ്ട് ബലം കിട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ സർക്യൂട്ട് അവിടെ വരുന്ന തരത്തിൽ ഇതാണ് ബാറ്ററി. 12 വോൾട്ട് ബാറ്ററിയാണ്. 3.7 ബാറ്ററി 3 സീരീസ് ആയി കൊടുത്താണ് 12 വോൾട്ടിലേക്ക്. കാരണം നമ്മൾ 12 വോൾട്ട് മാക്സിമം മതി. 9 വോൾട്ട് ടു 12 വോൾട്ടാണ് ഇതിൻ്റെ സർക്യൂട്ട് സപ്ലൈ വരുന്നത്. 9 വോൾട്ട് മുതൽ 12 വോൾട്ട് വരെ നമുക്ക് യൂസ് ചെയ്യാം.
സ്വിച്ച് ഒക്കെ സർക്യൂട്ട് വഴിയാണ് വരുന്നത്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിലൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും അടുത്ത വീഡിയോയിലായിരിക്കും. ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കുറച്ച് ലോഹ വസ്തുക്കൾ ഞാൻ ടെസ്റ്റിങ്ങിന് വേണ്ടി ഇവിടെ സ്റ്റൂളിൻ്റെ മുകളിൽ വെച്ച്, കാരണം നിലത്ത് വെച്ചാൽ വേറെ ലോഹങ്ങൾ മണ്ണടിയിലുണ്ട്, അത് ഡിസ്റ്റർബൻസ് ഉണ്ടാവും. അതുകൊണ്ട് ഞാനത് സ്റ്റൂളിൻ്റെ മുകളിൽ വെച്ചാണ്. ഓക്കെ, ഞാനിത് കാണിച്ചു തരാം. ഇത് ഗോൾഡിൻ്റെ വളയാണ്. ഇത് ലെഡ്, ഇത് കോയിൻസ്. ഓക്കെ, ഇത് അലൂമിനിയൻ്റെ ഒരു ലോഹമാണ്, അലൂമിനിയാണ്. അപ്പോൾ ഇത് വാഷർ, അയൺ വാഷർ. ഇത് നമ്മൾ റാമാണ്. ഇതിൽ പല ലോഹങ്ങളും അടങ്ങിയിരിക്കുന്നു. ഇത് കമ്പ്യൂട്ടറിൻ്റെ റാമാണ്. ഇത് ഞാൻ ടെസ്റ്റിന് വേണ്ടി വെറുതെ ഒന്ന് എടുത്ത് വെച്ചാണ്. ഇത് കോപ്പറാണ്, കോപ്പർ പ്ലേറ്റാണ്. ഓക്കെ, ഇതൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് ഗോൾഡൻ ചെക്ക് ചെയ്യാം. ഓക്കെ, ഇതിന് കാണിച്ചിടാം. എന്താ ഏകദേശം അത്യാവശ്യമായിട്ട് തന്നെ ഗോൾഡ് കിട്ടുന്നു, ക്യാച്ച് ചെയ്യുന്നുണ്ട്. ഇതിൽ സൈസ് കുറയുമ്പോൾ കുറച്ചുകൂടി അടുത്തടുത്ത് വരും. ഓക്കെ, അത്യാവശ്യം നല്ല ക്യാച്ച് ചെയ്യുന്നുണ്ട്. ഈ ഹൈറ്റിൽ തന്നെ കിട്ടുന്നുണ്ട്. ഇല്ല, ഓക്കെ. നെക്സ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നത്, നെക്സ്റ്റ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഇതാ കോയിൻ. നമുക്ക് ഇതൊരു രൂപേൻ്റെ കോയിനാണ്. കോയിൻ നമ്മൾ ഈ ഹൈറ്റ് കിട്ടുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് അലൂമിനിയൻ്റെ ഇതാണ്, അലൂമിനിയൻ്റെ ഒരു പീസാണ്. അത് ഈ ഹൈറ്റ് കിട്ടുന്നുണ്ട്. ഉണ്ടോ, ഈ ലെഫ്റ്റ് ഉള്ള അടുത്ത് വരുന്നതോറും സൈറൺ കൂടും. ഓക്കെ, അടുത്തത് ലെഡ്. ഇപ്പോൾ സോൾഡർ ചെയ്യുന്ന ലെഡിൻ്റെ ആണ്, കാണിച്ചു തരാൻ വേണ്ടി എടുത്താണ്. ഈ ഹൈറ്റിൽ കിട്ടുന്നുണ്ട്. ഓക്കെ, അടുത്തത് വാഷറുണ്ട്, ഇരുമ്പിൻ്റെ വാഷർ. ഒരു വാഷർ ഈ ആയിട്ട് കിട്ടുന്നുണ്ട്. അത്യാവശ്യം ഡെപ്ത് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇത് റാമാണ്. ഇതെല്ലാ മെറ്റൽസും ഉണ്ട്. ഉണ്ടോ, അത്യാവശ്യം ഈ ആയിട്ട് കിട്ടുന്നുണ്ട്. സിഗ്നൽ ഉണ്ടോ, നല്ല കേച്ച് ചെയ്യുന്നുണ്ട്. അടുത്തത് കോപ്പർ പ്ലേറ്റാണ്. മാക്സിമം ആയിട്ട് കിട്ടുന്നുണ്ട്. വീഡിയോ കാണുന്നുണ്ടോ അറിയില്ല, അത്യാവശ്യമായിട്ട് തന്നെ ഇതിന് സൈറൺ സൗണ്ട് കേൾക്കാം. അപ്പോൾ എത്ര എമൗണ്ട് ഉള്ളത് നമുക്ക് 1 മീറ്ററിൽ അധികം കിട്ടും എന്നാണ് പറയുന്നത്. ഓക്കെ, എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. ഓക്കെ, നിങ്ങളുടെ സപ്പോർട്ടില്ലാതെ എനിക്ക് ഓരോ വീഡിയോ മുന്നോട്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇത് നമ്മൾ ഒരു കാര്യം വിട്ടുപോയി. ഇത് തെർമോക്കോളാണ്. തെർമോക്കോൾ നമ്മൾ ഇവിടെ ഒരു ഹാൻഡ് പ്രൊട്ടക്ഷൻ വേണ്ടി ഇവിടെ വെച്ചാണ്. ഓക്കെ, ഇത് ഗ്ലൂ ചെയ്തോടെ ഒട്ടിക്കാനൊക്കെ വരും, കാരണം അത് ഒരു സോഫ്റ്റിംഗ് ആണ്. അതാണ് ശേഷം കട്ടിയുള്ള തെർമോക്കോളാണ്, അങ്ങനെ പൊട്ടൊന്നുമില്ല പെട്ടെന്ന്. അതാണ് ഇവിടെ യൂസ് ചെയ്ത്. ഓക്കെ, എല്ലാവർക്കും ശുഭദിനം നേരുന്നു.